എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്നിംഗ്സിനും 32 റൺസിനുമുള്ള നിരാശാജനകമായ തോൽവിക്ക് ശേഷം ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ രണ്ടാമത്തെയും അവസാനത്തെയും ടെസ്റ്റിൽ ഒരു തിരിച്ചുവരവ് നടത്താൻ ലക്ഷ്യമിടുകയാണ് ഇന്ത്യൻ ടീം. ജനുവരി 3 കേപ്ടൗണിലെ ന്യൂലാൻഡ്സിൽ വെച്ച് ഉച്ചയ്ക്ക് 1:30 മുതൽ ആണ് ഇരു ടീമുകളും തമ്മിലുള്ള രണ്ടാം ടെസ്റ്റ് മത്സരം. എന്ത് വില കൊടുത്തും രണ്ടാം മത്സരം വിജയിച്ച് സമനിലയാക്കാൻ ആണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. അതിനായി രണ്ടാം മത്സരത്തിന് വമ്പൻ മാറ്റങ്ങളോടെയാണ് ഇന്ത്യ കളത്തിൽ ഇറങ്ങുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ ഇല്ലാതിരുന്ന ഇന്ത്യൻ സ്റ്റാർ ഓൾറൗണ്ടർ ജഡേജ രണ്ടാം മത്സരത്തിൽ തിരിച്ചെത്തും. ജഡേജയുടെ വരവോടെ ടീം ഇന്ത്യയുടെ സ്പിൻ ഡിപ്പാർട്ട്മെന്റും ബാറ്റിംഗ് ഓർഡറും ശക്തമാകും. സെഞ്ചുറിയൻ ടെസ്റ്റിൽ ബൌളിംഗിൽ നിരാശപ്പെടുത്തിയ പ്രസീദ് കൃഷ്ണയ്ക്ക് രണ്ടാം ടെസ്റ്റിൽ ടീമിന് പുറത്തിരിക്കേണ്ടി വന്നേക്കും. കൃഷ്ണയ്ക്ക് പകരം ആവേശ് ഖാൻ ടീമിൽ എത്തും. ഇനി ഇന്ത്യയുടെ സാധ്യത 11ലേക്ക് വന്നുകഴിഞ്ഞാൽ ഓപ്പണിംഗിനായി ക്യാപ്റ്റൻ രോഹിത് ശർമ്മ, യശസ്വി ജയ്സ്വാൾ സഖ്യം ഇറങ്ങും. മൂന്നാമതായി വിരാട് കോഹ്ലി കളിക്കും. നാലാമനായി ശുഭ്മൻ ഗിൽ എത്തുമ്പോൾ ശ്രേയസ് അയ്യർ 5ാം സ്ഥാനത്തും കയറും. ആറാമനായി KL രാഹുൽ ആയിരിക്കും എത്തുക. ഏഴാമനായി ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജയും 8ാമതായി ഷാർദുൽ താക്കൂറും ഇറങ്ങും. കഴിഞ്ഞ മത്സരത്തിൽ തകർപ്പൻ ബൌളിംഗ് പ്രകടനം കാഴ്ചവെച്ച ജസ്പ്രീത് ബുംറയും മുഹമ്മദ് സിറാജും ബൌളിംഗ് നേതൃത്വം നൽകുമ്പോൾ ഇവരോടൊപ്പം ആവേശ് ഖാനും ചേർന്ന് പേസ് ആക്രമണം ശക്തമാക്കും. ദക്ഷിണാഫ്രിക്കയിൽ ഇന്ത്യക്ക് കടുത്ത പോരാട്ടം തന്നെയാണ് നേരിടേണ്ടത്. പരമ്പരയിലെ ആദ്യ ടെസ്റ്റ് തോറ്റതിന്റെ നാണക്കേട് ഒഴിവാക്കാൻ ഇന്ത്യക്ക് നിർണായകമാണ് ഈ രണ്ടാം മത്സരം. എന്തായാലും ഇന്ത്യ രണ്ടാം മത്സരത്തിൽ ഒരു ശക്തമായ തിരിച്ചുവരവ് നടത്തുമെന്ന് ഉറപ്പാണ്. രണ്ടാം മത്സരത്തിൽ തങ്ങളുടെ പഴയ ഫോം വീണ്ടെടുക്കാൻ ആകുമെന്ന ആത്മവിശ്വാസത്തിലാണ് ടീം ഇന്ത്യ. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.